പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യെല്ലോ ഫീവർ വാക്സിനേഷൻ. യെല്ലോ ഫീവർ വാക്സിനേഷൻ വളരെ മാൻഡറ്ററി ആയ ഡോക്യുമെൻ്റാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ചില രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, മെയിനായിട്ട് ആഫ്രിക്ക, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ യെല്ലോ ഫീവർ വാക്സിനേഷൻ മാൻഡറ്ററി ഡോക്യുമെൻ്റാണ്. ഈ വീഡിയോയിലൂടെ യെല്ലോ ഫീവർ വാക്സിനേഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, ഏതൊക്കെയാണ് ഓതറൈസ്ഡ് സെൻറ്റേഴ്സ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എന്താണ് പ്രൊസീജിയർ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണാൻ ശ്രമിക്കുക. യെല്ലോ ഫീവർ സെക്ഷനിൽ ജനറൽ ഇൻഫർമേഷനിൽ യെല്ലോ ഫീവറിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ കൺട്രികളാണ് യെല്ലോ ഫീവർ വാക്സിനേഷൻ വേണ്ട കൺട്രികൾ, അതുപോലെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, ചില കേസിൽ എക്സംഷൻ, ആർക്കൊക്കെ യെല്ലോ ഫീവർ എടുക്കാൻ പാടില്ല, അങ്ങനെ ഡീറ്റെയിൽസുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. യെല്ലോ ഫീവർ വാക്സിനേഷൻ പ്രൊസീജിയേഴ്സ്, അതിനായിട്ട് ഒറിജിനൽ പാസ്പോർട്ട്, നമ്മുടെ ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇതിനൊരു ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ഉണ്ടാവില്ല. ഫസ്റ്റ് ആരാണ് വരുന്നത്, ഫസ്റ്റ് വിൽ ബി സേവ്, അങ്ങനെ ഒരു ഓപ്ഷനാണുള്ളത്. നമ്മൾ സെൻറ്ററിൽ ഡയറക്റ്റ് പോകേണ്ട ആവശ്യമുണ്ട്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യെല്ലോ ഫീവർ എടുത്തതിന് ശേഷം 10 ദിവസത്തിന് ശേഷം മാത്രമേ ഈ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്നാണ് ട്രാവൽ ചെയ്യുന്നത്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു 10 ദിവസം മുന്നേ വാക്സിനേഷൻ എടുക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ദ വാക്സിനേഷൻ ഈസ് വാലിഡ് ആഫ്റ്റർ 10 days ഫ്രം ദ ഡേറ്റ് ഓഫ് വാക്സിനേഷൻ ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ഇറ്റ്സ് വാലിഡിറ്റി ഈസ് ദ ലൈഫ് ഓഫ് ദ പേഴ്സൺ. അതായത് വാക്സിനേഷന് ലൈഫ് ടൈം വാലിഡിറ്റിയാണ്. ഇതിനൊരു 300 രൂപ ഫീസും വരുന്നുണ്ട്. അതായത് ഫീസ് നമ്മൾ ഡയറക്റ്റ് സെൻട്രൽ അടയ്ക്കേണ്ടതാണ്. അത് ബൈ ക്യാഷ് ആയിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഈ സൈറ്റിൽ നമ്മൾ ഗവൺമെൻറ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേസ് എവിടെയാണോ അതനുസരിച്ച് നമുക്ക് അവിടെ പോയി നമുക്ക് വാക്സിൻ എടുക്കാൻ കഴിയും. ഇതിൽ പറയുന്നുണ്ട്, വാക്സിൻ എടുത്തതിന് ശേഷം 10 ദിവസം കഴിയുമ്പോഴേ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി കണ്ടുവരത്തുള്ളൂ. അതുകൊണ്ടാണ് 10 ദിവസം ഗ്യാപ്പ് പറയുന്നത്. യെല്ലോ ഫീവർ വളരെയധികം കൂടുതൽ കാണപ്പെടുന്ന രാജ്യങ്ങളാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പം ഇതിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ വാക്സിനേഷൻ വളരെ മാൻഡറ്ററി ആണ്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുക, നമ്മൾ ബിഫോർ മേക്കിംഗ് എനി ട്രാവൽ പ്ലാൻ. യെല്ലോ ഫീവർ വാക്സിനേഷൻ സെൻറ്റേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് സ്റ്റേറ്റ് വൈസ് നമുക്ക് ഇന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഒരു കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ 4 സെൻറ്റേഴ്സാണുള്ളത്. കൊച്ചിയിൽ 2 സെൻറ്റേഴ്സും, ഒരെണ്ണം കോഴിക്കോടും ഒരെണ്ണം ട്രിവാൻഡ്രത്തും. അപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അഡ്രസ്സ് ഉണ്ട്, കോൺടാക്റ്റ് നമ്പർ ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്. നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നിട്ടുണ്ട് അവർ. അപ്പോൾ ഇതിൽ നമ്മൾ ഹിമാചൽ, ജമ്മു കാശ്മീർ, നമുക്ക് കേരളത്തിൽ പോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊച്ചി, അതുള്ളത് വില്ലിംഗ്ടൺ ഐലൻഡിലാണ്. പിന്നുള്ളത് എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ, അത് കൊച്ചിൻ എയർപോർട്ടിലാണുള്ളത്.
പിന്നുള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാലിക്കട്ടുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാലിക്കട്ട്. ഇങ്ങനെ 4 സെൻറ്റേഴ്സാണ് നമുക്കുള്ളത്. ഇതിൽ നമ്മൾ മോർ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും. അതിൽ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, സെൻറ്റേഴ്സിൻ്റെ ടൈമിങ്, എത്ര ടൈമിനുള്ളിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കണം, എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മോർ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ അറിയാൻ കഴിയും. ഇതിൽ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ടൈമിങ്, എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണം, എങ്ങനെയാണ് രജിസ്ട്രേഷന്, അതിൻ്റെ ടൈമിങ്, മെത്തേഡ് ഓഫ് രജിസ്ട്രേഷന്, ഓൺലൈൻ രജിസ്ട്രേഷൻ ഇല്ല, വാക്സിനേഷൻ്റെ ടൈം അത് 8 മണി മുതൽ ഉച്ചയ്ക്ക്, രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് വാക്സിൻ എടുക്കുന്ന സമയം. ഇതുള്ള സമയം ചൊവ്വ മുതൽ വ്യാഴം വരെയാണ്, Tuesday to Tuesday. ഓക്കെ. ആൻഡ് വാക്സിനേഷൻ ചാർജ് വരുന്നത് 300 രൂപയാണ്. മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ്ലൈൻ, ക്യാഷ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പോവാം. ഇത് ആ സെൻറ്ററിൻ്റെ വെബ്സൈറ്റാണ്. ഇത് പോർട്ടോ ഹെൽത്ത് ഓർഗനൈസേഷൻ കൊച്ചി, അതേപോലെ തന്നെ എയർപോർട്ടിലുള്ള സെൻറ്റേഴ്സിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ നമുക്ക് അതിലും പോയി വെരിഫൈ ചെയ്യാൻ പറ്റും. അതിൽ കറക്റ്റായിട്ട് വേറെ ടൈമിങ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് എടുക്കേണ്ടത്, ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 വെബ്സൈറ്റും ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കോൺടാക്ട് ചെയ്യാൻ ശേഷം നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിലവർ കൊടുത്തിട്ടുണ്ട് പൊതു അവധിയല്ലാതെ എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നടത്തപ്പെടുന്നു എല്ലാ ഫീവർ വാക്സിനേഷൻ. ഫോൺ ബുക്കിംഗ് ഓൺലൈൻ ഉണ്ടായിരിക്കുന്നതല്ല. യാത്രക്കാർ രാവിലെ 9:30 പേര് വന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയം 9:30 10:30 വരെ ആയിരിക്കും. അതായത് 9:30 to 10:30 നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഏകദേശം 1 മണി വരെയാണ് വാക്സിൻ എടുക്കാനുള്ള ടൈമിംഗ് ഉള്ളത്. അപ്പം ഈ 2 വെബ്സൈറ്റും റെഫർ ചെയ്യുക. വാക്സിനേഷൻ സിംഗിൾ ഡോസ് ആണ്. വാക്സിനേഷൻ എടുത്തതിന് ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെ വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സ്. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ വാക്സിനേഷൻ എടുക്കാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.